വ്യവസായി തന്റെ കാറിൽ വിശ്രമിക്കുമ്പോൾ ക്ഷീണിച്ച് അവശനായ ഒരാൾ തൊട്ടടുത്ത മൺതിട്ടയിൽ വന്നിരുന്നു. അയാൾ പണം ചോദിക്കാനുള്ള വരവാണെന്ന് വ്യവസായിക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, താങ്കളുടെ കാറിന് നല്ല ഭംഗിയുണ്ട്. വ്യവസായി നന്ദിയും പറഞ്ഞു. കുറെ നേരമായിട്ടും അയാൾ മറ്റൊന്നും മിണ്ടാതായപ്പോൾ വ്യവസായി ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും സഹായം വേണോ? അയാൾ വ്യവസായിയോട് മറ്റൊരു മറുചോദ്യം ചോദിച്ചു, വേറൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ആരെയെങ്കിലും സാർ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന്. ആർക്കാണ് സഹായമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുക? എത്ര സമ്പാദിച്ചവർക്കും നേടിയവർക്കും അന്യരുടെ കരുതലും കാവലും വേണം. ഏത് നേട്ടമാണ് ആരെയും ആശ്രയിക്കാതെ നേടാൻ കഴിയുക? ഏത് വഴികളിലൂടെയാണ് തനിച്ചു മാത്രം നമുക്ക് സഞ്ചരിക്കാനാവുക? നേരിട്ട് കണ്ടിട്ടില്ലാത്ത എത്രയോ ആളുകളുടെ വിയർപ്പാണ് തീന്മേശയിലിരിക്കുന്ന വിഭവങ്ങൾ പോലും. ഏത് ധനവാനും സഹായം ആവശ്യമാണ്. ഏതു ദരിദ്രനും സഹായിക്കാനുമാകും. ആവശ്യത്തിലധികമുള്ളവയുടെ വിതരണമല്ല സഹായം, ഉള്ളവയുടെ പങ്കുവയ്ക്കലാണ്. എല്ലാവർക്കും വേണ്ടത് ധനമോ സമ്പത്തോ ആകില്ല. അഭിനന്ദനവും നന്ദിയും ആഗ്രഹിക്കുന്നവരുണ്ടാകും. ആശ്വാസം പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. സാന്നിധ്യം കൊതിക്കുന്നവരുണ്ടാകും. ഒരു മുതൽമുടക്കുമില്ലാത്ത സഹായങ്ങളാണ് വഴിവിളക്കാകുന്നത്. എല്ലാ സഹായങ്ങളും പണത്തിന്റെ ത്രാസിൽ അളന്നെടുക്കാനാകില്ല. കണ്ടുമുട്ടുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പകർന്നു നൽകാനും പഠിപ്പിക്കാനും ഉണ്ടാകും. നേരിട്ടോ അല്ലാതെയോ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്ന പിന്തുണകളുടെ ശേഷിപ്പാണ് ജീവിതം. ഇത്തിരി വെട്ടം നൽകിയ മിന്നാമിനുങ്ങും മണ്ണിനെ ഉറപ്പിച്ചു നിർത്തിയ പുൽക്കൊടിയും രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുന്ന കാവൽ നായയുമെല്ലാം സഹായഹസ്തം നീട്ടിയവരിൽ ചിലർ മാത്രം.